അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദ്നാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദ്നാ മുഹമ്മദ്. ബറാഅത്ത് രാവ് വരികയാണ്. ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാം. ഇത് മഹാന്മാർ പറഞ്ഞതാണ്. ഇത് ചൊല്ലിയാൽ വലിയ നേട്ടങ്ങളാണ് നിങ്ങൾക്കുള്ളത്. എല്ലാവർക്കും ആവശ്യമുള്ള വലിയ നേട്ടങ്ങൾ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കേട്ടു പോകണം. എന്നിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ചൊല്ലണം. വളരെ കുറഞ്ഞ സമയം മതിയാകും, എങ്കിലും ഒന്ന് മനസ്സറിഞ്ഞിരുന്ന് ചൊല്ലാൻ കഴിയണം. നോക്കൂ, എപ്പോഴാണ് ചൊല്ലേണ്ടത്, എത്രയാണ് ചൊല്ലേണ്ടത്, എന്താണ് ചൊല്ലേണ്ടത്, ഇത് മൂന്നുമാണ് വളരെ പെട്ടെന്ന് പറയുന്നത്. ഒന്ന് ചൊല്ലേണ്ട സമയം ഞാൻ ആദ്യം പറയാം. ബറാഅത്ത് രാവിലാണ് ചൊല്ലേണ്ടത്. ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞാൽ ബറാഅത്ത് രാവ് രാത്രിയാണ് ഉണ്ടാവുക. അതായത് നമ്മൾ സാധാരണ നോമ്പ് നോൽക്കുന്നതിൻ്റെ തലേന്ന് രാത്രി ബറാഅത്ത് രാവ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ബറാഅത്ത് രാവിലാണ് ഇത് ചൊല്ലേണ്ടത്. ഇത് ചൊല്ലേണ്ടത് എന്താണ് ചൊല്ലേണ്ടത് എന്നുള്ളതാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിയ സമയത്ത് ചൊല്ലിയ ഒരു ദിക്റുണ്ട്, ഒരു തസ്ബീഹുണ്ട്, ഒരു ഖുർആനിക വചനമുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, അതിൽ പ്രധാനമായി ആദ്യത്തിൽ തഹ്ലീലാണ്, ലാ ഇലാഹ ഇല്ലാ അൻത. പിന്നെ അതിൽ തസ്ബീഹാണ് വരുന്നത്, സുബ്ഹാനക ഇന്നി. പിന്നെ തെറ്റ് ഏറ്റു പറയുകയാണ്, തൗബ ചെയ്യുന്നത് പോലെ തെറ്റ് ഏറ്റു പറയുന്നു, റബ്ബേ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറയുന്നു. ഇത് മൂന്നും ഉൾപ്പെട്ട ആ ദിക്ർ എത്ര അത്ഭുതകരമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ അത്ഭുതമാണ് എൻ്റെ സഹോദരൻ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ ദിക്ർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, അത്രയും മഹത്വമുള്ള ഒരു ദിക്റാണ്. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി അത് ചൊല്ലേണ്ടത് എത്ര തവണയാണ് ചൊല്ലേണ്ടത്? ഇതിനെക്കുറിച്ച് പറയുന്നിടത്ത് തന്നെ കാണാം, ശഅബാനിലെ പകുതിയിലെ രാവിലാണ് ഇത് ചൊല്ലേണ്ടത്. എത്ര തവണ? 2375. 2375 ഇത്ര തവണയാണ് നിങ്ങൾ ചൊല്ലേണ്ടത്. ഇത് ചൊല്ലിയാലുള്ള നേട്ടം ഒന്ന് കേൾക്കൂ. നമുക്കൊരു വർഷക്കാലം നിർഭയത്വം ഉണ്ടാകും. അതുപോലെ തന്നെ ദുരിതങ്ങളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് വലിയ കാവലായിരിക്കും ഒരു വർഷക്കാലം. ഇത് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടില്ലേ? അതുകൊണ്ട് അന്നത്തെ ഒരു രാവിലെ നമ്മൾ പല ദിക്റുകളും ചെല്ലാറുണ്ട്. അതൊക്കെ ചെല്ലണം. യാസീൻ നമ്മൾ ഓതാറുണ്ട് 3 എണ്ണം. എന്തിനൊക്കെയാണ് യാസീൻ ഓതേണ്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇത് ചെല്ലുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി ഇതൊരു രാത്രിയിൽ ഒന്ന് ചൊല്ലി ഉറങ്ങുക. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ബറാഅത്ത് രാവിൻ്റെ അന്ന് ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ഉൾപ്പെടുത്തണം. ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, അതിനൊക്കെ വേണ്ടി പ്രത്യേകം നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം. വീണ്ടും കാണാം. ദുആ ചെയ്യണമെന്ന വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.